എന്താ സുഖമില്ലേ? ഒരു പരവേശം കുറഞ്ഞു. ആശുപത്രി പോണോ? ഞാൻ കൊണ്ടുപോവാ. എന്തിന്? കഴിയാറായി. കൊണ്ടുപോവാൻ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ആരാ? കണ്ണടച്ചാൽ കാണാം. അപ്പനും അമ്മയും മാലാഖമാരും എന്റെ തോമസ് കുട്ടിയും. നീ ഏതാ? എന്റെ പേര് വാറുണ്ണിന്നാ. ഇരിക്കും. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നിട്ട് കുറെ നാളായി. അമ്പലക്കാളയെ പോലെ നടന്നു നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ കുടുംബം പോറ്റുന്നു? വണ്ടി കൊണ്ടുപോകുന്നതിന്റെ വാടകയല്ലേ ഞാൻ തരുന്നുള്ളൂ. അതല്ല, വണ്ടിപ്പണി ഇന്ന് എത്ര കിട്ടുമെന്ന് എനിക്കറിയാം. തോമസ് കുട്ടിയെ അറിയായിരുന്നു. അവരെങ്ങനെയാ മരിച്ചത്? അത് ഞാൻ അപ്പാ കണ്ട തെമ്മാടികളും തെണ്ടികളൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് എന്തിനാ? വണ്ടിപ്പണം കൊണ്ട് വന്നതാ. ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. എല്ലാം അച്ഛനെ ഏൽപ്പിച്ചാ മതി. അച്ഛൻ പറഞ്ഞിട്ടാ ഇവിടെ കൊണ്ടു തരാൻ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കയറാതെ റോട്ടിൽ തന്നെ നിൽക്കായിരുന്നു. ഞാൻ വിളിച്ച് കയറ്റിയതാ. അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞാൻ ചത്തേനെ. അപ്പനറിയില്ല ഇയാളുടെ സ്വഭാവം. ഇനി അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു എന്നും പറഞ്ഞു വന്നാൽ ഞാൻ ചൂടിട്ടടിക്കും. അന്നമ്മേ, ഒരു മനുഷ്യരല്ലടി അയാള്. നന്ദി വേണ്ടടി, നന്ദി. എന്താ? ആന്റോന് ഒരു 5000 രൂപ അത്യാവശ്യം ഉണ്ടെന്ന്. അവന്റെ അപ്പൻ സമ്പാദിച്ചോണ്ട് തന്നിട്ടൊന്നുമില്ല. ചോദിക്കുമ്പൊക്കെ 5000 10,000 എടുത്ത് കൊടുക്കാൻ. ദാ മലഞ്ചരക്ക് വിറ്റ കണക്കാ. കൃഷി ചെയ്യാൻ ചെലവിട്ട കാശ് പോലും ഇല്ല. നല്ല വിളവായിരുന്നു, പക്ഷെ കണക്കിലില്ല. ഈ ചരക്കൊക്കെ ആരുടെ വായിലൂടെയാ പോയത്? മോളെ, നിന്നെ വിഷമിപ്പിക്കാനല്ല അപ്പം പറഞ്ഞത്. മാസം കാശത്രയാവും നശിപ്പിക്കുന്നത്. എന്റെ കാലം കഴിഞ്ഞാൽ ഇതെല്ലാം അവൻ തന്നെ നോക്കി നടത്തേണ്ടതല്ലേ? ഞാൻ പറയാഞ്ഞിട്ടല്ലപ്പാ. ഞാൻ പറഞ്ഞ കേക്കില്ല. പിന്നെ ആര് പറഞ്ഞാലും അവൻ കേൾക്കുക? അങ്ങനെ ആരുടെയും മരുതിക്കാൻ എന്നെ കിട്ടില്ല. കാര്യം എന്റെ കുടുംബക്കാർ കാശ് കുറവാണെങ്കിലും ഞങ്ങൾ തറവാട്ടുകാരാ. നിന്റെ തറവാടിത്തം എല്ലാവർക്കും അറിയാം. ഒരപേക്ഷ എനിക്കുള്ളൂ, ഇതെല്ലാം നശിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കാം, ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. എന്താ മോക്ക് വേറെ ഭർത്താവിനെ നോക്കിയോ? നീ ഇതെപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് ഒഴിഞ്ഞു പോ. ഭർത്താവില്ലെങ്കിലും മനസമാധാനം ഉണ്ടാവില്ല അവൾക്ക്. ഓ അത് ശരി. അപ്പൊ എല്ലാവരുടെയും മോഹം അത് തന്നെയാണ്. മോക്കാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഇവളുടെ ചന്തം കണ്ടിട്ടൊന്നും അല്ല ആന്റണി ഇവളുടെ പുറകെ നടന്നത്. സ്വത്ത് കണ്ടിട്ട് തന്നെയാ. അത് കളഞ്ഞിട്ട് ആന്റണി പോകത്തില്ല എന്റെ പൊന്നപ്പ. വാറുണ്ണി ഇപ്പൊ ഇവിടെ അങ്ങനെ വരാറില്ല. വല്ലപ്പോഴും 2 കുപ്പി വാങ്ങിക്കൊണ്ട് പോകും. എനിക്ക് തോന്നുന്നത് കള്ളിന്റെ രുചി അച്ഛനും അറിഞ്ഞു തുടങ്ങിയെന്നാ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് കുടിക്കാതെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ഓരോ രസവും പിടിച്ച് എല്ലാ രസവും ആ അച്ഛൻ അറിയുമല്ലോ എന്റെ കർത്താവേ. പോവാം. എന്തേ ഇന്ന് പോണ്ടേ? കാശ് കിട്ടിയില്ല. ആർക്ക് പുഴുങ്ങി തിന്നാനാ നിങ്ങളുടെ അമ്മായിപ്പം കാശ് കെട്ടിപ്പോഞ്ഞ് വെച്ചേക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ഇന്ന് പോകണ്ടെന്ന് വെക്കാം. ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് രൂപ 7000.
ഇന്ന് അത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ നമ്മൾ പോകുന്നത്. ചേരൻ നായർ വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന ആൻഡു വന്നില്ലെന്ന്. ആ നായരുടെ മുമ്പിൽ നമുക്ക് നാണം കിടാൻ പറ്റുമോ? നാളെ എങ്ങനെയെങ്കിലും പോവാം. നാളെ ആണേലും കാശ് വേണ്ടേ? അതിന് വഴിയുണ്ട്. കള്ളൻ 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 എവിടെ എവിടെ? പുറത്തേക്ക് ഓടി. കള്ളൻ 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 കള്ളൻ! ഇനത്തെ മോളെ എടിയാ ചൂട്ടും കൂടെ എത്തിച്ചു. കള്ളൻ കള്ളൻ കുന്നിച്ച പിടിയവനെ പിടിയതാ. ഓടിവാ ഓടിവാ. കള്ളപ്പന്നി. ഞാനല്ല. നീ അല്ലേ? അല്ല. പിന്നെ ആരാ? ഇവനാ. ഞാനോ? കള്ളപ്പന്നി. കൊല്ലിയോ വേണ്ട? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാപ്പാ. കള്ളന്മാരെ കൊന്ന കേസില്ല. ഞാനല്ല. നീ അല്ലേ? നുണ പറയുന്നു. മതി, ഏതായാലും സാധനം പോയില്ലോ. ഇവനെ പിടിച്ചെട്ടിക്കൊണ്ട് കൊടുക്ക് ആ പാതിരിക്ക്. അയാൾ പറയണം ഇതിന്റെ സമാധാനം. അങ്ങേ ആ പാതിരിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കണം. കഴ സോറെ. എന്താ കാര്യം? എന്റെ വീട്ടിൽ കയറി 10-25 പേന്റെ ആഭരണം മോഷിച്ചു. ഞങ്ങൾ എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ. ഞങ്ങളിന് എന്നാ ചെയ്യണം? അച്ഛൻ തന്നെ പറ. നേരാണോടാ? അല്ലച്ചോ, ഞാൻ കള്ളനല്ല. കള്ളൻ ഇവനാ. ഞാൻ കടന്നു പിടിച്ചപ്പോ ഇവരെല്ലാം കൂടെ എന്നെ കള്ളനാക്കി. ഈ കള്ളപ്പന്നി നുണ പറയാണച്ചോ. ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ. നിങ്ങൾ എല്ലാരും കണ്ടോ? ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കുഞ്ഞച്ചനും കൂടെ ഇവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടത്. അപ്പൊ ശരിക്കും കണ്ടത് ആനയും കുഞ്ഞച്ചനും മാത്രമാ അല്ലേ? ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വാറുണ്ണി, ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം പറടാ. കർത്താവാണ് സത്യം. ഞാൻ കണ്ടിട്ടില്ല അച്ചോ. ഷടാ, ഇവനെ കള്ളനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അച്ഛൻ എന്ത് വർത്താനായി പറയുന്നേ? ഫീലിപ്പോസെ, സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാനൊക്കാത്ത കാല. ഇവനെ വേണേ പോലീസിലേപ്പിക്കാം. അവരവനെ ഇനിയും ചതയ്ക്കും, കോടതി കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ സത്യം എന്താന്ന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം. ആരോട് അന്വേഷിക്കാനാ? അതൊക്കെ പോലീസ് നോക്കുള്ളൂ. കള്ളം കയറി ആദ്യം കണ്ടതാരാ? ശരീര. അവളോട് ചോദിക്കുക. ഇവനാണെന്ന് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസിലേപ്പിക്കാം. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത്. ഞാൻ തന്റെ കാല് പിടിച്ചപേക്ഷിക്കാം. എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം. അച്ഛനും പാ. വരാം. ഞാനില്ല. കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളവൻ മാറി. കാലരാണ് ഏതോ ഒരു പട്ടിയും കടിച്ചു. സലീനെ, ശരിക്കും ഓർത്ത് പറയണം.
ഈ വാറുണ്ണിയാണോ മോഷ്ടിക്കാൻ കയറിയ? മുഖം മറിച്ചിരുന്നച്ചോ, അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, ഇയാളല്ല. ഇത്രയും പൊക്കമില്ലാത്ത ഇതിലും തടിയുള്ള ഒരാളാ. കുഞ്ഞച്ചനാണോ? പറ. എനിക്കറിയില്ല അച്ചോ. അവക്കറിയാം, പക്ഷെ പുറത്ത് പറയില്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാ. സൂക്ഷിച്ചോ. ഓട്ടേ വേലിപ്പോസേ. നീ എന്തിനാ എല്ലാരും നിൽക്കുന്ന? പൊക്കോളിൻ. പറ. വേണ്ടാത്ത കാര്യത്തിന് കണ്ണി കണ്ടവിടെ തല്ലുമുഴങ്ങി ഇങ്ങനെ കൊള്ളനോടാ. അച്ഛൻ പറഞ്ഞില്ലേ പഴയ പോലെ ആരെയും തല്ലുവൊന്നും ചെയ്യരുത്. എന്നാ ഇപ്പൊ അതിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം. പക്ഷെ അവിടെ നെല്ലിയ പിന്നെന്ത് ചെയ്യും? പിന്നെ മുതുക് കാണിച്ചു കൊടുക്കല്ല വേണ്ടത്, തിരിച്ച് മുതുക് തിരിക്കണം. പക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോടാ കുതിരക്കണാരാ? ആ വാ പോ. നാറ്റക്കേസായി. നാട് മുഴുവൻ അറിഞ്ഞു. പോലീസ് പിടിപ്പിക്കാതിരുന്ന ആരുടെ കുരുത്താണോ? എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. സെലീനയുടെ അപ്പന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ വെപ്രാളം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത്. പെട്ടി കയ്യിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു. വാതില് തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു. ആ ഇതിപ്പോ ഞാൻ തുറന്നു തന്നതാന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ അച്ഛൻ തന്നെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാറുണ്ണിയുടെ തലയിൽ തന്നെ ഇരുന്നേനെ. പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു. ആൻഡ്രൂ, അവനല്ലേ വരുന്നത്? വല്ല കുഴപ്പമുണ്ടാക്കാനാണോ? പിന്നെ ഇന്നലെ നല്ല ഒന്നാന്തരം താങ്ങല്ലേ താങ്ങിയത്. തിരിച്ചൊന്ന് തള്ളാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലായിരുന്നു. എന്ത് വേണം? ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറെ തല്ലിയില്ലേ? അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരിക്കാനാ നിന്ന് കൊണ്ടത്. ആഹാ, അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നു, അല്ലെങ്കിൽ അച്ഛനും കൊള്ളും. അതിന് അച്ഛൻ വാക്ക് മാറ്റിയല്ലോ. എന്നാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി. രണ്ടിനെയും ബാലം വൈദ്യര് തന്നൊന്നരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത്. ഉള്ളിലെ നീർക്കെട്ട് പോവാൻ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിപ്പിക്കുകയും ചെയ്ത്. കുറെ നാളത്തെ കലിയ എല്ലാം കൂടെ വെച്ച് കാച്ചി കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോണ്ടാ. നിന്റെ ഒരു കാര്യം, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത്. പീലിപ്പോസിന് സംഗതി ഇഷ്ടപ്പെട്ടു, കേട്ടിട്ട് നന്നായുള്ളൂ എന്നാ പറഞ്ഞേ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. എന്ത് കാര്യം? അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണ കാര്യം. ചെക്കൻ നാളെ എത്തും. പെണ്ണെ ഇഷ്ടപ്പെട്ടാ പിന്നെ നീട്ടില്ല. വെളുത്താണോ? ചുമന്നതാ. വെളുത്തിരുന്നിട്ടെന്തിനാ? നല്ല അധ്വാനിയാ. ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. വയനാട്ടിലായിരുന്നപ്പോ എന്റെ കൂടെ നിർത്തി വളർത്തി ചെക്കനാ. എന്നാലേ പൊയ്ക്കോ, ഇവിടെ ആരും വരണ്ട. അവള് വന്നോട്ടാ. വേണ്ടച്ചോ, ഒക്കെ ശല്യങ്ങളാ. അവസാനം നാട്ടുകാരെ തെറിയും തെമ്മാടുത്തോ ഞാൻ കേൾക്കണം. കയ്യിലിരിപ്പുണ്ടല്ലേ, എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഓ, ഇനി നിന്റെ കുറവേ ഉള്ളൂ. നീയും പറഞ്ഞു. ഞാൻ ഇറങ്ങുക. അപ്പൊ നീ നാളെ ഉച്ചയ്ക്ക് അന്നമ്മയുടെ വീട്ടിലേക്ക് വരില്ലേ? ഇല്ലച്ചോ, ഞാൻ വന്നാൽ ആ പെണ്ണിന് ഇഷ്ടാവൂല. അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇയാളൊരു പഞ്ചപാവാന്ന്. പിന്നെ നിന്റെ വക്കാലത്ത് വേണമല്ലോ അവന് വരാൻ. എന്റെ അച്ചോ, ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ചു കൊടുക്ക്. നല്ല ഇടി ഇടിക്കുന്ന ആളായിരിക്കണം, എന്നാലേ പെണ്ണിന്റെ തുള്ളല് മാറുള്ളൂ. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചേക്കുന്നത്. നിന്നെ ഞാൻ
വകതിരിവില്ലാത്ത പ്രായ, നീ സൂക്ഷിക്കണം. അവള് പാവണം അച്ചോ. അല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ? ഓ. ആ. നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. എല്ലാം ഞാനങ്ങ് തീരുമാനിക്കും, എന്നിട്ട് വിവരം അറിയിക്കും. മതിയച്ചു, ഞാൻ ഇറങ്ങുക. 4 മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട്. അത് തെറ്റിയ പിന്നെ 8 മണി വരെ ചുറ്റണം. ചെല്ലുമ്പോ പാതിരാത്രിയാവും. പാമ്പും പന്നിയൊക്കെയുള്ള സ്ഥലമാ. അല്ല, എന്തെങ്കിലും ഒന്ന്. ഒക്കെ ഞാൻ നിശ്ചയിക്കുന്നതാ. നീ പൊയ്ക്കോ. എന്താ ബോധിച്ചു അല്ലേ? എന്റെ സ്വന്തം ആളാ. ക്രിസ്ത്യാനി തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവന്റെ പേര് ലൂയിസ് എന്നാ. അമ്മ ഉണ്ടായിരുന്നു, 4-5 കൊല്ലം മുമ്പ് മരിച്ച്. ഞാൻ എടുത്ത് വളർത്തി വലുതാക്കിയ പയ്യനാ. അല്ല, ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ പാവർത്തിയിൽ വന്ന് മാമോദിസ് മുഖ്യ നമ്പൂരിമാരാ. ആ ചെക്കിനെ കണ്ടിട്ട് അപ്പാ കഞ്ഞിക്ക് വകയില്ല, അപ്പോഴും നമ്പൂരിയാ. തോമാശ്രീയ പാവത്തി വന്ന് മാമോദിസ മുഖ്യ നമ്പൂരിയാത്രേ. പിന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തിനാ? നമ്പൂരി ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച മനസ്സമ്മതം, പിന്നെ ഞായറാഴ്ച 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി ചടങ്ങ് കഴിക്കുക. നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. നീ എന്തിനാ നമ്മളെ കരയണേ? ഒന്നുമില്ല അച്ചോ. എനിക്കറിയാം നിന്റെ ദുഃഖം. സാരില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എന്നും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കും. കർത്താവിനോട് ആദ്യം കടപ്പെടുക, പിന്നെ കടപ്പെടേണ്ടത് വേറൊരാളോടാണ്. എല്ലാവരും എന്നും നിർത്തിട്ടുള്ള ഒരാള്, വാറുണ്ണി. ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നുണ്ടാവും. ഇറങ്ങട്ടെ ഗുരുജ, പ്രാർത്ഥിക്കുക, ഒക്കെ നേരെയാകും. കണ്ടോ? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ നീങ്ങി പോന്നാ? ഞാൻ വെറുതെ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ വരാതിരുന്നത്? അയ്യോ, എനിക്ക് ആരോടാ ദേഷ്യം? പിന്നെന്താ ഇവിടെ പുറത്തു നിന്ന് കളഞ്ഞത്? അത് വേണ്ട. ഓരോരുത്തർക്കും ഓരോ സാധനമുണ്ട്. എനിക്ക് ഇവനെ ഒന്നും പുറത്തായിടം അല്ലേടാ. വാടാ, പറയാം വിശേഷങ്ങളൊക്കെ. പഹയ, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം 3-4 പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. നിനക്ക് എവിടെയാണ് താടി? ഒന്ന് വേഗം വന്ന് കിടക്കണേ. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ഇരി. ആട് കരയുന്നു. ആ കള്ളക്കഴിവ് പിന്നെയും തുടങ്ങി. അയ്യോ!